ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഫംഗ്ഷനിങ് ആയുള്ളൊരു നവരത്ന കമ്പനിയാണ് നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസി ഇല്ല. വിളിച്ചിരിക്കുന്നത് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്, ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. അതിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് 25,000 മുകളിലൊക്കെ സാലറി ആയിട്ട് ലഭിക്കും. അത് മാത്രമല്ല ഇവരുടെ തന്നെ പെർമനൻറ്റ് വേക്കൻസി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഉദ്യോഗാർത്ഥികളെ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടും ഇത് കണക്കാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യണോ, ഇതിലേക്ക് എക്സാം ഫീയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള വിശദമായ വീഡിയോ ആണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടനവധി ബെനിഫിറ്റ് ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബർ ബട്ടൻ്റെ അടുത്ത് തന്നെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസൊക്കെ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ ഫോളോവേഴ്സ് എന്നുള്ളതിൽ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നമുക്ക് ഇതിൻ്റെ ഏതൊരു റിക്രൂട്ട്മെൻറ്റേയും ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ പോസ്റ്റ് വഴിയും അതിൽ ഷോർട്ട് വഴിയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് അതിലേക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആവും. കാരണം നിങ്ങൾക്ക് വീഡിയോ വീണ്ടും കാണേണ്ട ആവശ്യമൊന്നുമില്ല. പോസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിലും ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും ചെയ്യുക. അപ്പോൾ ചില സമയത്ത് നമ്മൾ ടൈമിനനുസരിച്ച് രണ്ടിലൊന്നും ഇടാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചായിരിക്കും. ഫേസ്ബുക്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. ഇതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ പറയുന്നത് ITIയുടേതാണ്. രണ്ടാമത് പറയുന്നത് നമുക്ക് ഈ പറയുന്ന BA or BTech അതുപോലെ ഡിപ്ലോമ, BCom കഴിഞ്ഞവരുടെയാണ്. ഓക്കെ, ഇത് നോട്ടിഫിക്കേഷൻ 2 ആണ്. ഇത് നോട്ടിഫിക്കേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണ്. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ BCom കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ മുതൽ അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം പറയുന്നത് ITIയുടേതാണ്. പ്രത്യേകം നിങ്ങൾ സീക്ക് ചെയ്ത് വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഭാരത് ഇലക്ട്രോണിക്സിന് ചെന്നൈ യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 2020, 2024 എന്ന് പറയുന്ന വർഷങ്ങളിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2020, 20, 21, 22, 23, 24 ഈ വർഷങ്ങളിൽ ഏതെങ്കിലും ഇയറിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2019 ITI കഴിഞ്ഞവരാണെങ്കിലോ 2018 ITI കഴിഞ്ഞവരാണെങ്കിലോ ഒന്നും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമുക്ക് പഠിച്ചിറങ്ങി ഒരു 4 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കാറ്റഗറി ITI അപ്രന്റീഷിപ്പാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് മെക്കും അതുപോലെ തന്നെ ഫിറ്ററും ഇലക്ട്രീഷ്യനും അങ്ങനെ ആകെ മൊത്തം 15 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. 1 ഇയർ ഡ്യൂറേഷനാണ്. 8,080 സ്റ്റൈപ്പൻഡ്. പക്ഷെങ്കിലും ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ITIക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലേക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ITIയിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എക്സാമോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി നിങ്ങളെ അറിയിക്കും എന്നുള്ളതാണ്. അതുപോലെ BLൻ്റെ വെബ്സൈറ്റിലും അത് പബ്ലിഷ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഷോർട്ടായിട്ടും പോസ്റ്റായിട്ടൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാവുന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഉള്ള കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങളാണ്. നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. അതായത് നിങ്ങളുടെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ് എന്നതാണ്. നിങ്ങൾക്ക് 1 ഇയർ ഡ്യൂറേഷനാണ് അപ്രന്റീഷിപ്പ്. ഈ 1 ഇയർ ഡ്യൂറേഷൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്നൊരു കൺസെൻറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ താല്പര്യമുള്ളവർ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. ഈ പറയുന്ന അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കൺസെൻറ്റ് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 100 മാർക്കിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. ആ 100 മാർക്കിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിൽ മിനിമം 50% അല്ലെങ്കിൽ അതായത് 100-ൽ 50 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയവർ എന്ത് ചെയ്യും, അവർ അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലേക്ക് പരിഗണിക്കും. അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമാണ്. അതായത് നമ്മളെ 1 വർഷം അപ്രന്റീഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് 2 വർഷം അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലേക്ക് നമുക്കുള്ള ഒരു സ്കീമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 1 വർഷം അപ്രന്റീഷിപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോകണമെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ട്രെയിനിലേക്ക് വെറുതെ കിട്ടില്ല. 100 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ മിനിമം 50 അതിൽ കൂടുതലോ നിങ്ങൾ നേടിയിരിക്കണം. അങ്ങനെ നേടിയാൽ നിങ്ങൾക്ക് 2 വർഷം പാട് അവിടെ തുടരാവുന്നതാണ്. ആ 2 വർഷത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 25,000 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് 26,000 പെർ മന്ത് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്കതൊരു ജോലി പോലെ തന്നെ നമുക്ക് തുടരാവുന്നതും നല്ല രീതിയിൽ
രീതിയിൽ എന്താണ് നമ്മുടെ ആ ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് പെർമനൻറ്റ് വേക്കൻസിയും ടെമ്പററി വേക്കൻസി ഒക്കെ വരുമ്പം അതിൻ്റേതായുള്ള മുൻഗണനയും പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ആനുവലി നിങ്ങൾക്കൊരു 8,000 സെപ്പറേറ്റ് വേറെയും കിട്ടും ഓരോ വർഷവും. ഓക്കെ, അപ്പോൾ അങ്ങനെയായിട്ടാണ് ഇതിൻ്റെ ഒരു സ്കീമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്യുമ്പം അത് നല്ല സെക്ടറിൽ നല്ല ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് എന്താണ് 100 മാർക്കിൻ്റെ എക്സാമാണ്, അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലേക്ക് പോകാമെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ പറഞ്ഞോളൂ, പലരും അതൊന്നും കാണാതെ ഈ അപ്രൻറ്റീഷിപ്പ് അല്ലേ എന്ന് വിചാരിച്ച് പോകും. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ നമുക്കിത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, 1 ഇയർ അപ്രൻറ്റീഷിപ്പും 2 ഇയർ അപ്രൻറ്റീഷിപ്പും കൂടെ 3 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്കായി. അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിവിധ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ, ഉദ്യോഗാർത്ഥികൾ ഇപ്പം BLൻ്റെ ഈ ഒരു അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ NAPSൽ NAPSൽ നിങ്ങൾ എന്ത് ചെയ്യണം, NAPSൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, NAPS എന്ന് പറഞ്ഞാൽ നാപ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ നാപ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. വെറുതെ രജിസ്റ്റർ ചെയ്താൽ പോരാ, നിങ്ങളുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം, 100% കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ, എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. കാരണം സ്റ്റൈപ്പൻഡ് ഒക്കെ കിട്ടണമെങ്കിൽ അത് വേണം. പിന്നെ ആധാർ ഒക്കെ നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നാപ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ നാപ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഔട്ട് എടുക്കണം. രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് കിട്ടും, ആ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ പ്രൊഫൈൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ പ്രിൻ്റ് ഔട്ടിൽ നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് സെലക്ഷൻ്റെ സമയത്ത് പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാപ്സിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അല്ലാതെ നാപ്സ് ത്രൂ അല്ല നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വേറെ രീതിയിലാണ് ഞാൻ പറയാം. അപ്പോൾ നാപ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നാമതായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഒരു ചെറിയ ചാർജ് ബേസിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അക്കോമഡേഷനോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പം നിങ്ങൾ IT കഴിഞ്ഞ വിദ്യാർത്ഥികളായതുകൊണ്ട് അതായത് ട്രേഡിൽ മോള് പറഞ്ഞിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ട്രേഡുകളിൽ നിങ്ങൾ IT കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ IT കഴിഞ്ഞിരിക്കേണ്ട ഡേറ്റ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് 1/1/2020 എന്ന് പറയുന്ന ഈ തീയതിയിലോ അതിന് ശേഷമോ നിങ്ങൾ IT കഴിഞ്ഞവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്കുള്ള വോക്കിൻ സെലക്ഷനാണ്, വോക്കിൻ സെലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ 2019 ഈ തീയതിക്ക് മുൻപോ നിങ്ങൾ IT കഴിഞ്ഞവരാണെങ്കിൽ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21, മിനിമം 18. 1/1/2025 കണക്കാക്കി നിങ്ങൾക്ക് 21 വയസ്സ് കഴിയാൻ പാടില്ല. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 24 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC NCL ആണെങ്കിൽ. ഇനി അതോടൊപ്പം തന്നെ SC/ST ആണെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ആപ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അധികം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് തരാം നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്യണ്ട. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ ഈ പറയുന്ന വോക്കിൻ സെലക്ഷന് പോകുന്ന സമയത്ത് ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വോക്കിൻ സെലക്ഷനാണ് ആദ്യം. അല്ലാതെ നമ്മൾ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്രൻറ്റിഷിപ്പ് നാപ്സിൽ IT കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ നാപ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കാനുള്ള കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ വോക്കിൻ സെലക്ഷന് പങ്കെടുക്കുന്നതിന് മുൻപ്. ഓക്കെ, അപ്പോൾ നമ്മൾ വോക്കിൻ സെലക്ഷന് പോകുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് ഒക്കെ പറയാം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതോടൊപ്പം തന്നെ ഒരു സെറ്റ് ഫോട്ടോ കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഒറിജിനലും ഫോട്ടോ കോപ്പിയും വേണം വെച്ചാൽ SSLC സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് ഒറിജിനലും ഫോട്ടോ കോപ്പിയും വേണം, എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പിയാണ്. ITയുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റ്, അത് SCVT ആണോ ഇനി NCVT ആണോ ഏതാച്ചാൽ നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കണം. അതുപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ SC/ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. SC/ST OBCൻ്റെ ഒക്കെ ആണെങ്കിൽ. ഇനി ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ITI NAPS രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. അതായത് ഈ പറയുന്ന നമ്മൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ എൻറോൾ ചെയ്ത് നമ്മുടെ മെയിൽ ID ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായാൽ മതി. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ നാപ്സിൻ്റെ പ്രൊഫൈൽ പ്രിൻ്റ് എടുത്തിട്ട് അതും കയ്യിൽ സൂക്ഷിച്ചോളൂ. അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ കൂടെ നമുക്ക് അപേക്ഷയുടെ കൂടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന IT കഴിഞ്ഞവരുടെ ഫോമാണ്. അപ്പോൾ ഈ ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ ഒട്ടിച്ച് ഫില്ല് ചെയ്യണം. ഇവിടെ ഓഫീസ് യൂസ് ഓൺലിയാണ്. ഈ 3 കോളത്തിൽ ഈ 3 റോയിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ പറയുന്ന ഡേറ്റ് ഓഫ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ, സെലക്ഷൻ ഫോർ നിങ്ങൾക്കൂടെ ചെക്ക്ഡ് വെരിഫൈ എന്നുള്ള ഇവിടെ നിന്ന് നമ്മൾ ഫില്ല് ചെയ്യരുത്. അത് ഓഫീസ് യൂസ് ഓൺലിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ നല്ല രീതിയിൽ വൃത്തിയിൽ ഫില്ല് ചെയ്യുക. ബേസിക്കായുള്ള ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ പ്ലേസും ഡേറ്റും സിഗ്നേച്ചറും കൊടുക്കുക. ഓക്കെ, അത് ഫില്ല് ചെയ്തിട്ട് അതും നമ്മുടെ നേരത്തെ ഈ മുകളിൽ പറഞ്ഞ ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ആ ഫോട്ടോ ഒട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് അത് അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ,
അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഫെസിലിറ്റിയിൽ 8,050 സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുന്നത്. ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു. പിന്നെ ജനറൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ വോക്കിൻ സെലക്ഷൻ വെന്യൂ ആണ് ഇവിടെ കൊടുത്തത്. നിങ്ങൾക്ക് കാണാം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് BL ആർമി റോഡ്, നിങ്ങൾക്ക് കാണാം ഓപ്പോസിറ്റോ ആർമി പബ്ലിക് സ്കൂൾ. നിങ്ങൾക്ക് ഇവിടെ കാണാം ചെന്നൈയിലാണിത് നടക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ നിങ്ങൾ ഡേറ്റ് നോക്കാം. നിങ്ങൾക്ക് ഉള്ള ഡേറ്റ് 22 ജനുവരി 22-നാണ്. 9:30 നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. മിനിമം അതിൻ്റെ അപ്പുറത്തേക്ക് പോരുത്. മാക്സിമം 9:30 നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം. അപ്പോൾ നേരത്തെ തന്നെ പോയി റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വെന്യൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വെന്യൂവിലേക്ക് നേരത്തെ മുകളിൽ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒറിജിനലും പ്രിൻറ്റും എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമും വേണം. അതൊക്കെ എവിടെ കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. നമ്മുടെ മറ്റ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിനോട് പറഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിൻ്റെ ആണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പ് ഉണ്ട്, ഗ്രാജുവേറ്റും ഉണ്ട്. ഗ്രാജുവേറ്റിൽ BA or BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും BCom കഴിഞ്ഞവർക്കും ഉണ്ട്. അവർ പാസ് ഔട്ട് ആയത് വർഷം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2020, 2021, 2022, 2023, 2024 ഈ പറയുന്ന ഏതെങ്കിലും ഇയറിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2019, 2018 കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിൻ്റെയും വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റൈപ്പൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ. 17,500 സ്റ്റൈപ്പൻഡ്, 1 ഇയർ ആണ്. 63 വേക്കൻസി ടോട്ടൽ അതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഇതൊക്കെ നിങ്ങൾക്ക് അതത് ഡിസിപ്ലിനിൽ BA or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസിയാണ്. ഇനി അടുത്തത് അതത് ഡിസിപ്ലിനിൽ ഡിപ്ലോമ പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 12,500 സ്റ്റൈപ്പൻഡ്, ടോട്ടൽ 10 വേക്കൻസി ഉണ്ട്. പിന്നെ BCom കഴിഞ്ഞവർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം 12,500 സ്റ്റൈപ്പൻഡ്, 10 വേക്കൻസി ഉണ്ട്. ഓക്കെ, എത്രയാണ് ഇതിൻ്റെ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിൻ്റെ വേക്കൻസി. ഈ എലിജിബിലിറ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണയുള്ള റീജിയനിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേരള ഉൾപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. തമിഴ്നാട്, കർണാടക ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്കൂടെ കാണാം 1/4/2020 എന്ന് പറയുന്ന ഡേറ്റിലോ അതിന് ശേഷമോ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 4 വർഷം കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. 2019 18 ഒന്നും കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഏജ് ലിമിറ്റ് 25 ആണ്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പെർസെൻറ്റേജ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഗ്രാജുവേഷൻ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 60% മിനിമം വേണം. OBC ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാത്രം മതി. മിനിമമാണ് പറയുന്നത് കേട്ടോ. ഇനി BCom കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 50% മതി മിനിമം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ നേടിയവരാണെങ്കിൽ, അതായത് PG ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല. നിങ്ങൾ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവരൊന്നും എലിജിബിൾ അല്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ കിട്ടിയിരിക്കുന്ന, അതായത് BE BTech അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BComൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെർസെൻറ്റേജ് ഇവിടെ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ചിലപ്പോൾ CGPA സ്കോർ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേഡ് സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ അതിന് നമുക്ക് സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ടായിരിക്കും നമുക്ക് CGPA ഇൻറ്റു കൺവേർഷൻ ഫോർമുല അതുണ്ടായിരിക്കും. അപ്പോൾ CGPA ഇൻറ്റു എത്ര കൊണ്ടാണ് നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഫാക്ടർ അതിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് CGPA ഇൻറ്റു 10 എന്നുള്ള മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയൊന്നും പോരാ. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ കൊടുത്തത് ആ ഫോർമുല ഉണ്ടാവും. ആ ഫോർമുല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന CGPA നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗ്രേഡ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സർട്ടിഫിക്കറ്റ് നല്ല രീതിയിൽ നോക്കുക. സർട്ടിഫിക്കറ്റ് ഏറ്റവും താഴെ മാർക്കിൻ്റെ താഴെ ഉണ്ടാവും CGPA കൺവേർഷൻ ഫോർമുല ഉണ്ടാവും. അത് യൂസ് ചെയ്യുക നിങ്ങൾക്ക്. ഇനി അങ്ങനെ ഒരു ഫോർമുല ഇല്ലെങ്കിൽ നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു ഫോർമുല നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം എന്നുള്ളതാണ്. അത് നമ്മൾ ഡോക്യുമെൻ്റ് ഈ പറയുന്ന വാക്കിൻ സെലക്ഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മെയിൽ വഴി നമ്മൾ അറിയിക്കുന്നതാണ്, വെബ്സൈറ്റ് വഴിയും. അതോടൊപ്പം തന്നെ മറ്റു ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ ഈ പറയുന്ന ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ BCom കഴിഞ്ഞവരാണെങ്കിൽ അവർ NATSലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മൾ IT കഴിഞ്ഞവരാണെങ്കിൽ NAPS നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റാണ് NATS. ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന BCom കഴിഞ്ഞവരാണെങ്കിൽ NATS അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കാണിക്കാം. അതുപോലെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന വാക്കിൻ സെലക്ഷന് പോകുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണ് ഇവിടെ വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. SLC സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങളുടെ കൺസോൾട്ടേറ്റ് മാർക്ക് ഷീറ്റ്, എല്ലാ സെമസ്റ്ററിൻ്റെയും ഇയറിൻ്റെയൊക്കെ കൺസോൾട്ടേറ്റ് മാർക്ക് ഷീറ്റ്, അതായത് നമുക്കൊരു ഫൈനൽ മാർക്ക് ഷീറ്റ് ഉണ്ടാവും, അത് ഉണ്ടായിരിക്കണം മിനിമം. എല്ലാ മാർക്ക് ഷീറ്റും എടുത്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയാലും മതി. ആധാർ കാർഡ് നിർബന്ധമാണ്. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST OBC EWS ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെനലിൻ്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയത് വേണം.
വേണം, ജനറൽ ആണെങ്കിൽ അത് വേണ്ട. ഇനി CGPA കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA അല്ലെങ്കിൽ ഗ്രേഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ അങ്ങനെ ഒരു കൺവേർഷൻ ഫോർമുല ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത് സർട്ടിഫൈ ചെയ്ത് വാങ്ങേണ്ടിയോ ആവശ്യമില്ല, അതന്നെ മതി പ്രൂഫായിട്ട്. ഓക്കെ, ഇനി ഇവിടെ വാക്ക് ഇൻ സെലക്ഷൻ്റെ വെന്യൂ കാര്യങ്ങളാണ്. ഇതാണ് നിങ്ങൾക്ക് സെയിം വെന്യൂ തന്നെയാണ് കൂടെ കാണാൻ പറ്റും. അതിൻ്റെ ഷെഡ്യൂളാണ് BA BTech ECE അതുപോലെ EEE അതുപോലെ നിങ്ങൾക്ക് CSE ഒക്കെ ആണെങ്കിൽ 20/1/2025 ഡേറ്റ് വരുന്നത് 9:30. ഇനി MEC സിവിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 21/1/2025. ഇനി ECE MEC അതുപോലെ തന്നെ CSE അതുപോലെ സിവിൽ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ, അതോടൊപ്പം തന്നെ BCom അപ്രൻറ്റീഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് 22 ഇവിടെ കാണാം 22/1 ഡേറ്റ്. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് ഈ പറയുന്ന എല്ലാ ഡിസിപ്ലിനിലും 22, അതുപോലെ BComമാർക്കും 22/1. റിപ്പോർട്ടിംഗ് ടൈം എല്ലാത്തിൻ്റെ 9:30 പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ടും. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് അപേക്ഷാ ഫോമും വരുന്നത്. ഈ അപേക്ഷാ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കണ്ടോ, നാറ്റ്സിലെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. GeoCL എജുലാൻഡിൻ്റെ നമുക്ക് കാണാം. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക, ലേറ്റസ്റ്റ് ജോബ്സ് എന്നാണ് ഇവിടെ കാണാം. BL അപ്രൻറ്റീഷിപ്പ് എന്ന് കാണാം. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല, അത് നിങ്ങൾ റീഡ് മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ BL അപ്രൻറ്റീഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ സ്ക്രോൾ ഡൗൺ ചെയ്യുക, താഴെ ഇതിൽ മലയാളത്തിലാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വേക്കൻസി കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്, ഡേറ്റും കാര്യങ്ങളും. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്കിൻ്റെ ഇവിടെ കാണാം. ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കുക. IT ആണെങ്കിൽ IT എന്ന് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഡിപ്ലോമ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് BCom ഒക്കെ കഴിഞ്ഞവരാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെയാണോ ഓപ്പൺ ആയി വരിക. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും താഴെയാണ് ആപ്ലിക്കേഷൻ ഫോം കിടക്കുന്നത്. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക, ഒരൊറ്റ പേജേ ഉള്ളൂ. പ്രിൻ്റ് എടുത്ത് നിങ്ങളത് ഫില്ല് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് നമ്മൾ നാറ്റ്സിലെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ഫില്ല് ചെയ്യണം. അപ്പം നാപ്സിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നാറ്റ്സ് നിങ്ങളുടെ NITS നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ നാറ്റ്സിൻ്റെ ഒഫീഷ്യൽ പേജിലാണ് പോകുന്നത്. ഇതുവഴിയല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ചില ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുത്ത് വെക്കുക. അതിലെ ഡീറ്റെയിൽസ് കൊടുക്കണം. എല്ലാം ഓക്കെ ആണെങ്കിൽ യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ മെയിൽ ID യും നമ്മൾ OTP ജനറേറ്റ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ 100% എല്ലാ കാര്യങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പറാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. അത് നമ്മൾ വാക്ക് ഇൻ സെലക്ഷന് പോകുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. മീൻസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം രജിസ്ട്രേഷൻ നമ്പർ. നമ്മൾ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. അതല്ലാതെ നാറ്റ്സ് ത്രൂ നമ്മൾ വേറെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നാപ്സ് ആണ്, ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സിലാണ്. ഇപ്പം ഡിപ്ലോമ BCom BA BTech കഴിഞ്ഞവരാണെങ്കിൽ NITS-ലും, ഇനി ITI കഴിഞ്ഞവരാണെങ്കിൽ NAPS നാപ്സിലാണ്. നാപ്സിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആയി വരും. അപ്പോൾ ITI കഴിഞ്ഞവരാണെങ്കിൽ ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, ഇവരുടെ പ്രൊഫൈൽ 100% ആക്കണം. ഓക്കെ, നിങ്ങളിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലോഗിൻ രജിസ്റ്റർ എന്നുള്ള ഇത് കാണാം. ഏറ്റവും കോർണറിൽ ഇവിടെ കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്യാം. കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ലോഗിൻ ആസ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ, ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ITI സ്റ്റുഡൻ്റ് ആണ്, ITI സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ITI റോൾ നമ്പർ കൊടുത്ത് ഡാറ്റാസ് ഫെച്ച് ചെയ്ത് അങ്ങനെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഉണ്ടാവും, അങ്ങനെ നോക്കിയിട്ടും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ അവർ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷനിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡിപ്ലോമ BA BTech ദെൻ BCom കഴിഞ്ഞവരാണെങ്കിൽ NITS അക്കൗണ്ട് ഉണ്ടാക്കുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സിൽ. അങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കണം. പിന്നെ നമ്മൾ വാക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തതിനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ITIയുടെ ആപ്ലിക്കേഷൻ ഫോം സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ITI എന്നുള്ളതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്താൽ മതി. ITIക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്, ഇതാണ് അവർ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ അയച്ചൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന നേരത്തെ ഞാൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ അതത് ഡേറ്റിൽ നിങ്ങൾ പോയാൽ മതി. നിങ്ങൾക്ക് നേരത്തെ ഞാൻ നോട്ടിഫിക്കേഷനിൽ കാണിച്ച അതത് ഡേറ്റുകളിലാണ് നിങ്ങൾ ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷന് പോകേണ്ടത് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അയച്ചു കൊടുക്കേണ്ട, യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ വാക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്താണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ ഈ പറയുന്ന അപേക്ഷാ ഫോമും എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെ നമ്മളെ മെയിൽ വഴി അവരെ അറിയിക്കും. നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോകാവുന്നതാണ്. അപ്പം നല്ല സ്കീമാണ്.
ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഒക്കെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങളിതിൽ ഇപ്പം ഇത്തരം അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് കിട്ടുക. ആ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. നമ്മൾ ഷോർട്ടാക്കിയിട്ടൊക്കെയാണ് വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് ദീർഘമായിട്ടുള്ള ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുക, ജോയിൻ ചെയ്യുക, നമ്മുടെ സോഷ്യൽ മീഡിയാസൊക്കെ ഫോളോ ചെയ്യുക, മാക്സിമം കൂടുതലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.